Okay, good afternoon. Good afternoon, ma'am. Okay, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസില് എവിടെ വരെ പറഞ്ഞിരുന്നു? Prevention 7 point. Okay, പ്രിവെൻഷൻസില് 7 points വരെ പറഞ്ഞു. ആന്റി മൈക്രോബിയൽ സർഫസസ് വരെ പറഞ്ഞു അല്ലെ? Yes, ma'am. അതിന് മുൻപായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എക്സാംസിനെ പറ്റിയുള്ള കുറച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിനെ കുറിച്ച് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയാം. അപ്പൊ അതിനായിട്ട് ഇന്ന് വൈകിട്ടുള്ളിൽ തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനുള്ളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് വൺ വരുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അപ്പൊ ഇവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്? ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയായിരിക്കും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? അവരുടെ പ്രധാനമായിട്ട് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സേഫ്റ്റി അല്ലെ, പേഷ്യൻസിന്റെയും അവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ സേഫ്റ്റി. ഏറ്റവും പ്രധാനം അവിടുത്തെ പേഷ്യൻസ് വരുന്ന അല്ലെ, പേഷ്യൻസിന്റെ സേഫ്റ്റി. അതുപോലെ തന്നെ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ? ഇങ്ങനെ ഓരോ രോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊക്കെ രോഗങ്ങളാണ്, പുതിയതായിട്ട് എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് വരുന്നത്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ് അല്ലെ, എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കേണ്ടത്. പിന്നെ എന്താ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ, പ്രധാനമായിട്ടും വരുന്ന എന്താ, ഇൻഫെക്ഷൻസ് എന്താണ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുക, അതിനെ ആവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ നേരിടുക. അതുപോലെ ഒരു ഇൻഫെക്ഷൻ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. അതെങ്ങനെ ട്രീറ്റ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ പകരുന്ന രീതി എങ്ങനെയാണ്, അതുപോലെ അതെങ്ങനെയാണ് ഇത് സോഴ്സസ് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് വേണ്ടത്, അതിനെപ്പറ്റി കുറെ ഗവേഷണങ്ങൾ നടത്തണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻസ്, ആളുകൾക്ക് ബോധവൽക്കരണങ്ങളും നൽകണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. അപ്പൊ അവരെന്തൊക്കെ ചെയ്യണം? പേഷ്യൻസിന്റെ സേഫ്റ്റി, പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്ത് നടപ്പിലാക്കേണ്ടത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. അപ്പൊ ഇങ്ങനെ
അങ്ങനെയുള്ള പ്രോഗ്രാംസ് പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലെ മൊത്തത്തിലുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ഒരു സംരക്ഷണം, ആ ഒരു സംരക്ഷണം നൽകണമെങ്കിൽ അതിന് കുറച്ച് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ പ്രോഗ്രാംസിനുള്ളിൽ കുറെ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ അത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ഒരു എഫക്ട് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വളരെ സക്സസ്ഫുൾ ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിലാണോ എല്ലാവരും ആ ഹോസ്പിറ്റൽസിലെ ഓരോ ഹോസ്പിറ്റലിലും ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനെ നിരീക്ഷിക്കുക, അതോടൊപ്പം തന്നെ എന്താ പുതിയതായിട്ട് വരുന്ന ഓരോ ഇൻഫെക്ഷൻസിനെയും കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് ചെയ്യുക. അതെങ്ങനെയാണ് അതിന്റെ സ്പ്രെഡിങ് നിൽക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണം അല്ലെ. പുതിയതായിട്ടൊരു ഇൻഫെക്ഷൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒത്തിരി പഠിക്കാനുണ്ട്, റിസർച്ചുകൾ ചെയ്യണം അല്ലെ, ഗവേഷണങ്ങൾ നടത്തണം. ഇനി അതെങ്ങനെയാണ് വന്നത്, അതിന്റെ സോഴ്സസ് എന്താണ്, അതുപോലെ അതെങ്ങനെയാണ് അത് പകരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റുകൾ കൊടുത്താൽ അത് എഫക്റ്റീവ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ഗവേഷണങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇൻഫെക്ഷൻസും പകരുന്ന രീതി എങ്ങനെ തടയാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെയുള്ള പേഷ്യൻസിനും അതുപോലെ സ്റ്റാഫുകൾക്കൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളും നൽകുക എന്നുള്ളത് കൂടി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നോക്കിയേ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ എന്തൊക്കെയാ വരുന്നത്? The infection component of the patient safety program of the healthcare facility and is liable for establishing and maintaining infection prevention and control. It is monitoring, reporting, research and education. അപ്പൊ ഇവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അത് ഹോസ്പിറ്റൽസ് പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി പ്രോഗ്രാമുകൾ, പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ടിരിക്കുക. അത് ഏതൊരു ഹോസ്പിറ്റലിലും പ്രധാനമായിട്ട് വരുന്ന ഒരു മുഖ്യ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ സേഫ്റ്റിയാണ് അല്ലെ. വരുന്ന പേഷ്യൻസ് അവർക്ക് ആ ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞ് നല്ല ആരോഗ്യവാന്മാരായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകളായിട്ട് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് ഏതൊരു ഹോസ്പിറ്റലിന്റെയും പ്രധാന ലക്ഷ്യം. അപ്പൊ ഇവിടെയും പേഷ്യൻസിന്റെ സേഫ്റ്റി, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ബാധിച്ച് അവരുടെ ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വത്തില് മറ്റു അനാസ്ഥകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്തൊക്കെയാണ് ബാധ്യസ്ഥനായിരിക്കുന്നത്? ലയബിൾ എന്ന് പറഞ്ഞാൽ ബാധ്യത അല്ലെങ്കിൽ ബാധ്യസ്ഥരായിരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ ലയബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അപ്പൊ ഒരു ഇൻഫെക്ഷൻ, ഒരു രോഗം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രിവെന്റ് ചെയ്യണം അല്ലെ, അതിനെ പ്രതിരോധിക്കണം, അതിനെ നിയന്ത്രിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിനിങ് എന്ത് ചെയ്യുക, അത് സ്ഥാപിക്കുകയും അതെന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ പോവുകയും വേണം. അതാരാണ് ലൈബിൾ ആയിരിക്കുന്നത്? അത് ആരുടെ ബാധ്യതയിൽ വരുന്നതാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ. അപ്പൊ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അതിന്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, അതിന്റെ പ്രതിരോധവും അതിന്റെ നിയന്ത്രണവും സ്ഥാപിക്കേണ്ടതും അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് മോണിറ്ററിങ്. ഇനി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ആ പ്രോഗ്രാംസ് ചെയ്യണമെന്ന് നമ്മൾ ആ ഒരു ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം കാര്യമില്ല, അത് നല്ല ശരിയായ രീതിയിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ്. എന്താണ്? പുതിയതായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇൻഫെക്ഷൻ വന്നത്, ആരിലൊക്കെയാണ് ഈ പുതിയ കാര്യങ്ങൾ വന്നത്, അതുപോലെ എന്തൊക്കെ സിംറ്റംസ് ആണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് റിപ്പോർട്ടുകൾ റിപ്പോർട്ടിംഗ് ചെയ്യണം. നെക്സ്റ്റ് നോക്കി, റിസർച്ച്. എന്താണ്? ഗവേഷണം അല്ലെങ്കിൽ റിസർച്ചുകൾ ചെയ്യുക. ഓരോ ഇൻഫെക്ഷൻസ് വന്നാലും നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, എന്താണ്, പുതിയൊരു ഇൻഫെക്ഷൻ ആണ് വരുന്നതെങ്കിൽ അതിനെ കുറിച്ച് ആർക്കും അധികം അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് അറിയാൻ പറ്റില്ല. അപ്പൊ ഓരോ ഇൻഫെക്ഷൻസ് വരുമ്പോഴും അതിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എവിടെ നിന്നാണ്, ഇതെങ്ങനെയാണ് പകരുന്നത്, ഇനി അതിന്റെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റുന്നത്, അത് ആരെയൊക്കെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗവേഷണങ്ങൾ നടത്തുക. ആൻഡ് എഡ്യൂക്കേഷൻ. എന്താണ് നെക്സ്റ്റ് വരുന്നത്? ബോധവൽക്കരണങ്ങൾ. ആളുകൾക്ക് ബോധവൽക്കരണങ്ങൾ നൽകുക. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന സിംറ്റംസ് ഒക്കെ ഇന്ന ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സിംറ്റംസ് കാര്യങ്ങൾ
കാര്യങ്ങൾ നിങ്ങളിൽ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നിങ്ങൾ എടുക്കേണ്ടതാണ് അല്ലെ. അതിനനുസരിച്ച് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇന്ന മുൻകരുതലുകൾ എടുക്കണം ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ആളുകൾക്ക് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകുകയും ചെയ്യുക. അതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയായിരുന്നു അവിടെ? ഇൻഫെക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളുമായി ബന്ധപ്പെട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുക, റിപ്പോർട്ടിംഗ് ചെയ്യുക, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻസും നടത്തേണ്ടതും ആരാണ് ലയബിൾ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ബാധ്യസ്ഥനായിരിക്കുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ചെയർപേഴ്സൺ. ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന അംഗങ്ങൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ചാർട്ട് പോലെ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു ബോക്സിലാക്കിയിരിക്കുന്നത് മാത്രം കേട്ടോ. അപ്പോ ചെയർപേഴ്സൺ ആരാണ്? ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് അല്ലെങ്കിൽ തലവനായിട്ട് വരുന്നത് ചെയർപേഴ്സൺ ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി ആരാണ്? ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. ഇനി ആരാണ് ഒരു മൈക്രോബയോളജിസ്റ്റ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ മൈക്രോബയോളജിസ്റ്റ്? മൈക്രോബയോളജിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരാണ് മൈക്രോബയോളജിസ്റ്റ്? ഇല്ല. ഓക്കെ, എന്നാൽ മൈക്രോബയോളജിസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. മൈക്രോബയോളജിസ്റ്റ്. ഓക്കെ, microbiologists study microorganisms. Microbiologists study microorganisms. Microorganisms. Microbiologists study microorganisms in order to understand how they affect our lives, and how we can exploit them, Okay, ഒന്നുകൂടെ വായിക്കാം. Microbiologists study microorganisms. That is microbes അല്ലെങ്കിൽ microorganisms ഒക്കെ പറഞ്ഞ സെയിം ആണ് കേട്ടോ. Microorganisms in order to understand how they affect our lives. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളിലെ നമ്മുടെ ആ ഒരു ലൈഫിനെ എങ്ങനെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ജീവിതത്തെ എങ്ങനെയാണ് ഈ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് നമ്മളെ അഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. ആൻഡ് ഹൗ വി ക്യാൻ എക്സ്പ്ലോയിറ്റ് ദം അതിന് നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. ഒത്തിരി എല്ലാ മൈക്രോബ്സും നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് കോസിങ് അല്ല കേട്ടോ. ഒത്തിരി മൈക്രോബ്സ് നമുക്ക് യൂസ്ഫുൾ ആയവയുണ്ട്, നമുക്ക് ഉപകാരത്തിൽ വരുന്നവയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവ എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവ എങ്ങനെയാണ് ഓരോ മൈക്രോബ്സും നമ്മളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണ് മൈക്രോ ബയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. കിട്ടിയോ മൈക്രോബയോളജിസ്റ്റ് എന്താണെന്ന് കൂടി പറയണോ? How we can exploit them. Okay, microbiologists study microorganisms in order to understand how they affect our lives and how we can exploit them. കിട്ടിയോ? ഓക്കെ, അപ്പൊ മൈക്രോബയോളജിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? മൈക്രോബയോളജിസ്റ്റുകൾ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പഠനം നടത്തുന്നു അല്ലെ. അങ്ങനെ പഠനം നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ പഠനം നടത്തുകയും അതുപോലെ തന്നെ അവരെന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ അവ എങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് മൈക്രോബയോളജിസ്റ്റുകൾ പഠിക്കുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മൈക്രോബയോളജിസ്റ്റുകൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആവശ്യമാണ്. അപ്പൊ ഏതൊക്കെ മൈക്രോബ്സ് ആണ് നമ്മുടെ ആ ഒരു ഇൻഫെക്ഷന് കാരണമാകുന്നത്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനും അതിനെ പഠിക്കാനായിട്ട് ഒത്തിരി ആളുകൾ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മൈക്രോബയോളജിസ്റ്റുകൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആവശ്യമാണ്. അപ്പൊ ഈ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു.
ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് മെമ്പർ സീനിയർ മൈക്രോബയോളജിസ്റ്റ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ്? ആരാണ് നമ്മൾ പഠിച്ചേ? ആരാണ്? സീനിയർ ആണോ? ഹെഡ് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അല്ലെ? അപ്പോ നെക്സ്റ്റ് നോക്കിയത് ഈ സീനിയർ ആയിട്ടുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ഇവിടെ ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ആരാണ്? സീനിയർ ഒരു മൈക്രോബയോളജിസ്റ്റ് ഇൻഫെക്ഷൻ കമ്മിറ്റിയിലെ ആ മെമ്പേഴ്സിൽ ആരായിട്ട് ആക്ട് ചെയ്യുന്നത്? സീനിയർ മൈക്രോബയോളജിസ്റ്റ് മെമ്പർ സെക്രട്ടറി ആയിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതിന് കാണുന്നത്. അപ്പൊ സീനിയർ മൈക്രോബയോളജിസ്റ്റിന്റെ പങ്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റോൾ അല്ലെങ്കിൽ അവരെ ആരായിട്ടാണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആക്ട് ചെയ്യുന്നത്? ആരായിട്ടാണ്? മെമ്പർ സെക്രട്ടറി ആയിട്ട്. അതുപോലെ ഹെഡ് ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആരാണ്? ചെയർപേഴ്സൺ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കാണുന്നത്. നെക്സ്റ്റ് മെമ്പേഴ്സ്. അടുത്ത വരുന്ന ആളുകളാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മെമ്പേഴ്സ് ആരാണെന്ന് നോക്കി, റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അപ്പോ അവിടുത്തെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവരുടെ മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെയോ ഭാഗത്ത് നിന്ന് വരുന്ന റെപ്രസെന്റേഷൻസ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ്, അതാണ് പ്രതിനിധികൾ, അങ്ങനെയുള്ളവരാണ് മെമ്പേഴ്സിൽ വരുന്നത്. അപ്പൊ മെമ്പേഴ്സിൽ ആരൊക്കെയാണ് വരുന്നത്? മാനേജ്മെന്റിൽ നിന്ന് വരുന്നതോ ആവാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നോ വരുന്നതായിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളാണ് മെമ്പേഴ്സിൽ വരുന്നത്. ഓക്കെ, റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. എന്താണ്? വൈദ്യശാസ്ത്രത്തിൽ പ്രഗത്ഭരായിട്ടുള്ള എന്താണ് ഡോക്ടേഴ്സ് പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് മെഡിക്കൽ ഫാക്കൽറ്റീസിൽ വരുന്നത്. അങ്ങനെ വളരെ ഇതുമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിന്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് അവിടെ റെലവന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നോക്കി, സപ്പോർട്ട് സർവീസസ്. ഇനി ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് സപ്പോർട്ട് സർവീസസ് ഉണ്ട്. അതാണ് OT, ഓപ്പറേഷൻ തിയേറ്റർ, CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഒരു ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ ഇത് പഠിക്കാനുണ്ട്. CSSD, ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ പഠിക്കാറില്ലേ? ഹൗസ് കീപ്പിംഗ് അതും പഠിക്കാറുണ്ട് കേട്ടോ. ഹൗസ് കീപ്പിംഗ് ഓഫ് സാനിറ്റേഷൻ ഇതൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്. ആരാണ് ഫാർമക്കോളജിസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഫാർമക്കോളജിസ്റ്റ് ഇല്ല. എന്താണ് ഫാർമക്കോളജിസ്റ്റ് എന്നൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ഫാർമസിസ്റ്റ് അല്ല കേട്ടോ. ഫാർമസിസ്റ്റിനേലും കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഫാർമക്കോളജിസ്റ്റ് ആരാണെന്നൊന്ന് എഴുതി വെച്ചോ. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആരാണ് ഫാർമക്കോളജിസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. എന്നാൽ കൂടി ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് എഴുതി വെച്ചോ. Pharmacologist study the effects of drugs. Okay, drugs in effects of drugs and chemicals. Study the effects of drugs and chemicals. Study the effects of drugs and chemicals on living things. Comma, and develop new products to help tackle diseases. Tackle diseases. TACKLE, tackle diseases. അതായത് എന്താണ്? പോരാടുക എന്നൊക്കെയുള്ള ഡിസീസിനെതിരെ പോരാടാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റഡി ദ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ്. എന്താണ് ഫാർമക്കോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്? സ്റ്റഡി ദ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗുകൾ അല്ലെങ്കിൽ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ? ഫാർമസിയിൽ നിന്ന് എന്താണ് മെഡിസിൻസ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ, വാങ്ങിച്ച്. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് പോലെയുള്ള ഡ്രഗ്സോ കെമിക്കൽസോ ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ
ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ലിവിങ് തിങ്സിൽ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ അതിനെതിരെ പോരാടാനായിട്ട് പുതിയതായിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യണം അല്ലെ. പുതിയൊരു ഇൻഫെക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പുതിയതായിട്ടൊരു ഡ്രഗോ അല്ലെങ്കിൽ മെഡിസിൻസോ ഉണ്ടാക്കിയെടുത്ത് അതിനെതിരെ എന്ത് ചെയ്യണം, പോരാടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതും ആരാണ്? ഈ ഫാർമക്കോളജിസ്റ്റുകളാണ്. ഓക്കെ, ഈ ഫാർമക്കോളജിസ്റ്റുകൾ കിട്ടിയോ? അപ്പൊ ഫാർമക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാ? സ്റ്റഡി ദി എഫക്ട്സ് ഓഫ് ഡ്രഗ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് കെമിക്കൽസും ഒക്കെ നമ്മുടെ ലിവിങ് തിങ്സിൽ ലിവിങ് ആയിട്ടുള്ള ആളുകളിൽ എങ്ങനെയാണ് ലിവിങ് ആയിട്ടുള്ള ഇതില് എങ്ങനെയാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇനി ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരെ പോരാടാനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യുക. പുതിയതായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കണം, വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതും ഈ ഫാർമക്കോളജിസ്റ്റുകളാണ്. കിട്ടിയോ ഫാർമക്കോളജിസ്റ്റുകൾ? അപ്പൊ അങ്ങനെയുള്ള ഫാർമക്കോളജിസ്റ്റുകളുടെയും ഒരു സഹായം ഇവിടെ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അവിടെ നമ്മുടെ പുതിയതായിട്ടുള്ള ഇൻഫെക്ഷൻ കണ്ടാൽ അതിനെതിരെ പ്രതിരോധ നടപടികളുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകളും നമ്മൾ കഴിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാർമക്കോളജിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ അതിന്റെ സപ്പോർട്ടീവ് സർവീസ് ആയിട്ട് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ എന്താണ്, സപ്പോർട്ടിംഗ് സർവീസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സപ്പോർട്ട് സർവീസിൽ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ CSST വരുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ സാനിറ്റേഷൻ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റുകൾ, സ്റ്റോർ ഓഫീസർ അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ളവ സപ്പോർട്ട് സർവീസിൽ വരുന്നവയാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്ന ആളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. അപ്പൊ ചെയർപേഴ്സൺ കഴിഞ്ഞു, അവരുടെ കീഴിൽ വരുന്നവരാണ് മെമ്പർ സെക്രട്ടറിമാര്, മെമ്പർ സെക്രട്ടറിമാരുടെ കീഴിൽ വരുന്നവരാണ് മെമ്പേഴ്സിന് കീഴിൽ വരുന്നവരാരാ? റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, സപ്പോർട്ടീവ് സർവീസസ് വരുന്നുണ്ട്, അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സസ് വരുന്നുണ്ട്. ഇനി അതിനുശേഷം വരുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസേഴ്സ്. അപ്പൊ ഇതിന്റെ ആ ഒരു ഓർഡർ തെറ്റിച്ച് അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിന് ചൂസ് ചെയ്ത് എഴുതാൻ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ആരാണ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. സീനിയർ മൈക്രോബയോളജിസ്റ്റുകൾ എന്തായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, ഈ ഒരു കമ്മിറ്റിയിൽ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, സപ്പോർട്ട് സർവീസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സസ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസേഴ്സ്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് റോൾ ഓഫ് ദി ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇനി അവിടെ വരുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന ആളുകളാണ് കേട്ടോ. അവരെന്തൊക്കെയാണ്, അവരുടെ ആ ഒരു പങ്ക് എന്താണ്? ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു രോഗം അതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ തടയാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് കുറെ പ്രോഗ്രാംസ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ കുറേയധികം ബാധ്യതകൾ ഇവർ തന്നെയാണ് കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ചെയ്യേണ്ടത്, അവരുടെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കി, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം ഒരു ടോപ്പിക്സ് മറ്റേ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു പോയ പോർഷൻസ് ഒക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ ഇതൊന്നും കുറച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കി, ഫസ്റ്റ് വൺ, ടു ഓവർസീ coordinate all infection control activities to ensure an effective program. അപ്പൊ ഒരു പ്രോഗ്രാം ഇപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകൾ നമ്മൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്ന് പറയുന്നത്. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് പേഷ്യൻസിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുകയും ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിനെ തടയുക അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ എടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാംസ് അതിന്റെ ഫലപ്രാപ്തി, അതാണ് എഫക്റ്റീവ് പ്രോഗ്രാം, അത് എത്രയും ഫലപ്രാപ്തിയിലുള്ള അല്ലെങ്കിൽ അത്രയും ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാംസ് ആവണം എന്ന് അത് ഉറപ്പുവരുത്തണമെങ്കിൽ, ഇതിനുള്ള പ്രോഗ്രാംസ് വളരെ എഫക്റ്റീവ് ആവണം എന്നുള്ളത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയി എന്നുള്ളത് ഉറപ്പുവരുത്തണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും എങ്ങനെയായിരിക്കണം, ശരിയായ രീതിയിൽ കോർഡിനേഷൻ നടത്തണം. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ അതിനെ മേൽനോട്ടം വഹിക്കുകയും വേണം, വേണ്ടേ? അപ്പൊ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം
നടത്താണെന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ പ്രോഗ്രാമിനുള്ളിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്, അതൊരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തു. ആ പ്രോഗ്രാമിനുള്ളിൽ ഒത്തിരി ആക്ടിവിറ്റീസ് വരുമല്ലോ. ചിലപ്പോൾ അതിനെതിരെ ആരെങ്കിലും പ്രസംഗിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഇനാഗുറേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പൊ അതിനെതിരെ ഇനാഗുറേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. അതുപോലെ എന്തെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ടാവും. അതുപോലെ ലാസ്റ്റ് എന്താണ് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ആളുകൾ, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നമ്മൾ അതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം, നല്ല ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ ആ പ്രോഗ്രാം ഒരു സക്സസ്ഫുൾ ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ടീം ഇങ്ങനെ ഒരു പ്രോഗ്രാംസ്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവായി അല്ലെങ്കിൽ എത്രത്തോളം ഫലപ്രദമായി എന്നുള്ളത് ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുള്ളിൽ നടക്കുന്ന എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന് നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുകയും വേണം. അതാണ് ഓവർസീ എന്ന് പറയുന്നത് കേട്ടോ. മേൽനോട്ടം വഹിക്കുകയും ശരിയായ രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും വേണം. ചെയ്യേണ്ടത് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീം തന്നെയാണ്. കിട്ടിയോ ആദ്യത്തെ പോയിന്റ്? കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറഞ്ഞോട്ടെ. അപ്പൊ സെക്കൻഡ് വൺ നോക്കി, organize an epidemiological monitoring program for nosocomial infections. ഇനി എന്താണ് എപ്പിഡെമോളജിക്കൽ എന്ന് പറയുന്നത്? സാംക്രമിക രോഗശാസ്ത്രമാണ് എപ്പിഡെമോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ എന്താണ് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകൾ, പകർച്ചവ്യാധികളൊക്കെ ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എപ്പിഡെമോളജിക്കൽ ആണ്, അതായത് സാംക്രമിക രോഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ വന്നു, ഇപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു പുതിയതായിട്ട് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഓരോരുത്തരിലേക്കും പകരുന്നത്, ഇനി അതിന്റെ സോഴ്സ് എന്താണ്, അതിനെങ്ങനെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സോ ഒന്നും കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, ആ ഇൻഫെക്ഷൻ വന്ന ആളുകളെ എന്ത് ചെയ്യുക? നിരീക്ഷിക്കുക. രോഗത്തിന്റെ അവസ്ഥ എന്തൊക്കെയാണ്, സിംറ്റംസ് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാമതായി പറയുന്ന പോയിന്റ് എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ്. ഇതാണ് എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരീക്ഷിക്കാനായിട്ട്, അങ്ങനെ ആ ഒരു ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ നടത്താനായിട്ട് എന്ത് ചെയ്യുക? പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക. ആരാണ് ഓർഗനൈസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള പ്രോഗ്രാംസ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക. കിട്ടിയോ? രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന്? സെക്കൻഡ് പോയിന്റ് കിട്ടിയോ? Okay. Next, third one, okay. Participate with pharmacy to develop a program, supervise the use of anti-infection drugs. ഇനി ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇൻഫെക്ഷനെതിരായിട്ട് പോരാടാൻ, ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡ്രഗ്സ് ആണ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വരാതിരിക്കാനൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സിന്റെ ഉപയോഗം അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഫാർമസിയുമായി കൂടിച്ചേർന്ന്, അപ്പൊ ആരാണ് ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഫാർമസിയുമായിട്ട് കൂടിച്ചേർന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ആന്റി ഇൻഫെക്ഷണൽ ഡ്രഗ്സിന്റെ യൂസ്, അതിന്റെ ആ ഒരു ഉപയോഗത്തെ മേൽനോട്ടം വഹിക്കൽ, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. ഇതാരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഈ ഫാർമസിയുമായി കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. തേർഡ് പോയിന്റ് കിട്ടിയോ? തേർഡ് വൺ കിട്ടിയോ? Okay. Then fourth one, okay. Make sure that
patient care practices are appropriate to the level of patient risk. അപ്പൊ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റി ഉറപ്പ് വരുത്തണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ ആ ഒരു രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട രീതികള് എന്തിനോട് അനുയോജ്യമായിരിക്കണം എന്നാണ് പറയുന്നത്. പേഷ്യൻസിന്റെ ആ ഒരു റിസ്ക് അല്ലെങ്കിൽ അവരുടെ അപകട നിലയുമായിട്ട് അപകട സാധ്യത അതുമായി ബന്ധപ്പെട്ട ആ നിലയുമായിട്ട് വളരെ അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം ഇവിടെ ഇൻവോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു പേഷ്യൻസിന് അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രോഗ്രാംസ് ഇവർ കണ്ടക്ട് ചെയ്യുന്നെന്ന് വിചാരിക്കാം. അങ്ങനെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്താൽ പോലും ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു അപകട സാധ്യത അവർക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ പ്രോഗ്രാം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എപ്പോഴും അവിടുത്തെ ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കണം? വളരെ ശരിയായ രീതിയിൽ തന്നെ നടന്ന് അതിനനുസരിച്ച് ആ പേഷ്യൻസിന് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് കുറയണം, വേണ്ടേ? അപ്പൊ അങ്ങനെ വരുന്നത് കുറയണമെങ്കിൽ അതാണ് പറയുന്നത്, അവരുടെ ആ ഒരു അപകട സാധ്യത എപ്പോഴും എന്ത് ചെയ്യണം? കുറച്ചു കൊണ്ടുവരണം. അതെപ്പോഴും അങ്ങനെയുള്ള ആ ഒരു അപകട സാധ്യതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അത് ശരിയായിട്ടാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ രോഗി പരിചരണ രീതികൾ, അതായത് പേഷ്യൻസിനെ ഓരോരുത്തരുടെയും രോഗി പരിചരണ രീതികളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവരുടെ ആ ഒരു ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് ആ ഇൻഫെക്ഷൻസ് വരാതെ തടയാനും ആ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകട സാധ്യത കുറയ്ക്കാനും പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അപകട സാധ്യത കുറയ്ക്കണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിന്റെ നമ്പർ കുറയണം. അങ്ങനെ വേണമെങ്കിൽ അതിനനുസരിച്ച് നല്ല അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് 4th പോയിന്റിൽ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് 4 വരെ നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെ, ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം അതിനെ ഉറപ്പുവരുത്തണമെങ്കിൽ, അത് ആ ഒരു ഫലപ്രദമാണ്, ആ ഒരു പ്രോഗ്രാം വളരെ ഫലവത്താണ് എന്നുള്ളത് ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. രണ്ടാമത് പറഞ്ഞ എന്താണ്? എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ്. എന്താണ്? ഓരോ രോഗങ്ങളും ഓരോ ഇൻഫെക്ഷൻസ് വരുന്നത് എങ്ങനെയാണ്, അതിന്റെ സിംറ്റംസ് എന്താണ് എന്നുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിച്ച്, അതായത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ്, ഹോസ്പിറ്റലിലുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? നിരീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തേതായി പറഞ്ഞ എന്താ? ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ് പോലെയുള്ളവയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അവയെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട്, അതിന്റെ ഒരു ഉപയോഗത്തെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഫാർമസിയുമായി കൂടി ചേർന്ന് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും ഫാർമസിയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. 4th വൺ എന്താണ് പറഞ്ഞത്? അവിടെ ആ പേഷ്യൻസിന്റെ റിസ്ക് അല്ലെങ്കിൽ അവരുടെ അപകട സാധ്യതയുടെ നിലയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോ രോഗി പരിചരണം, അവരുടെ ആ ഒരു രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുകയും അതുവഴി അവരുടെ ആ ഒരു അപകട സാധ്യത കുറയ്ക്കാനും സാധിക്കണം. അപ്പൊ അങ്ങനെ അപകട സാധ്യത കുറയ്ക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുകയും അതുവഴി പേഷ്യൻസിന്റെ ആ ഒരു പരിചരണം സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു പരിചരണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഈ 4 എണ്ണം കിട്ടിയോ? 4 എണ്ണം ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഒരു 2 പോയിന്റ് കൂടി 3 പോയിന്റ് കൂടി ഉണ്ട്, അതൊക്കെ നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക. 5th പോയിന്റ് ആണ് ചെക്ക് ദ എഫിക്കസി ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എഫിക്കസി ഓഫ് സിസ്റ്റംസ്. അപ്പൊ അവിടെ നമ്മൾ എന്താണ് കുറെ പ്രിവെന്റീവ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ, ഐസൊലേഷൻ, സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ പോലെയുള്ളത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പഠിക്കുന്ന 2 മെത്തേഡുകൾ, ഒരു ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻസ് പോലെയുള്ള മെത്തേഡുകളൊക്കെ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എഫിക്കസി അല്ലെങ്കിൽ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട്, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തത് അതിന്റെ ഒരു കാര്യക്ഷമതയൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ സാനിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട്, അതുപോലെ അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്തിരിക്കുക. അതാണ് ആ 5th പോയിന്റിൽ പറയുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് അതിന് നേതൃത്വം നൽകേണ്ടതും അത് ചെക്ക് ചെയ്യേണ്ടതും. ഈ മെത്തേഡ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പോലെയുള്ള
ചെയ്യുന്ന മെത്തേഡ്സും അതിന്റെ ആ ഒരു സിസ്റ്റവും എങ്ങനെയായിരിക്കണം, വളരെ കാര്യക്ഷമതയോട് കൂടിയാണോ നടക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് അത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 6th പോയിന്റ് നോക്കിയേ, ഡെവലപ്പ് ടു എൻഹാൻസ് hospital cleanliness, taking part in development and provision of teaching programs for the medical, nursing and associated health personnel as well as the other categories of staff. അപ്പോൾ ഒരു ഹോസ്പിറ്റലില് മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരായിക്കോട്ടെ, നഴ്സിംഗ്സ് ആയിക്കോട്ടെ, നഴ്സിംഗുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സഹകരിച്ചു പോകുന്ന മറ്റ് ഹെൽത്ത് പേഴ്സണൽസോ മറ്റ് പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, ആസ് വെൽ ആസ് അതർ കാറ്റഗറീസ് ഓഫ് മറ്റ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകളായിക്കോട്ടെ, അവരാരുമായിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ ക്ലീൻലിനെസ് അതെങ്ങനെ ഹോസ്പിറ്റൽ വൃത്തിയാക്കി ഇടാം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വൃത്തിയുടെ ഭാഗമായിട്ട് ക്ലീൻനെസ്സിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അത് അവർക്ക് എന്ത് ചെയ്യുക, ടീച്ചിങ് പ്രോഗ്രാമുകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യമാണ് അടുത്തത് വരുന്നത്. അപ്പൊ 6th വൺ പറഞ്ഞ എന്താണ്, മെഡിക്കൽ പ്രൊഫഷണൽസ് ഉള്ളവരാവാം, നഴ്സിംഗുകളാവാം, അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ സഹകരിച്ചു പോകുന്ന മറ്റ് ഹെൽത്ത് പേഴ്സൺസ് അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് സ്റ്റാഫുകളാവാം, അല്ലെങ്കിൽ മറ്റു കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകളോ ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്ലീൻനെസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് അതിനനുസരിച്ചുള്ള ടീച്ചിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 6th പോയിന്റിൽ പറയുന്നത്. Then 7th one നോക്കി, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്, ഒരു വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു വിശകലനം നടത്തുക. ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് എന്താണ്, നേതൃത്വ സഹായം നൽകുക. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വിശകലനവും അതുപോലെ തന്നെ ഈ ലീഡർഷിപ്പ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ നേതൃത്വ സഹായവും ഒക്കെ ഈ ഒരു എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് നൽകുക. അതും ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആ 3 പോയിന്റ് ഒന്ന് നോക്കി വെക്കാം. ചെക്ക് ദ എഫിക്കസി, അവിടുത്തെ ആ ഒരു ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിന്റെ സാനിറ്റേഷൻ ചെയ്യുന്നതിന്റെ ആ ഒരു മെത്തേഡിന്റെ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് വഴി അവരുടെ എത്രത്തോളം അത് കാര്യക്ഷമമായിട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. 6th വൺ പറഞ്ഞ എന്താണ്, അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ക്ലീൻലിനെസ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും മെഡിക്കൽ പ്രൊഫഷണൽസോ നഴ്സിംഗ്സോ അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് മറ്റ് ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫുകളോ അല്ലെങ്കിൽ മറ്റ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകളോ ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഹോസ്പിറ്റൽ ക്ലീൻനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ടീച്ചിങ് പ്രോഗ്രാമുകൾ നടത്തുക. 7th പോയിന്റ് പറഞ്ഞ എന്താണ്, സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പേർട്ട് അനാലിസിസ് അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു വിശകലനം അതുപോലെ തന്നെ ലീഡർഷിപ്പ് അസിസ്റ്റന്റ് നേതൃത്വ സഹായമൊക്കെ അവരെ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ടീമുകളാണ് നൽകേണ്ടത്. കിട്ടിയോ? 7 പോയിന്റ്സും കിട്ടിയോ? ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു 7 പോയിന്റിലും നിങ്ങൾക്ക് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളിൽ ഉൾപ്പെടുന്നതായത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിലാ ചോദിക്കുള്ളൂ കേട്ടോ. അത് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന രീതിയിലുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. 5, 6, 7 ഒന്നുകൂടി പറയണം. ഓക്കെ, ഇതെന്താണ് 5th വൺ നോക്കി, ചെക്ക് ദ എഫിക്കസി ഓഫ് മെത്തേഡ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സാനിറ്റേഷൻ. എന്താണ്, അവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിസ്ഇൻഫെക്ഷൻ അല്ലെ, നശീകരണവും അതുപോലെ തന്നെ എന്താ രോഗാണുവിമുക്തവും അല്ലെങ്കിൽ ശുചീകരണം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റം പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ടാണോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനുള്ള ഡിസ്ഇൻഫെക്ഷനും സ്റ്റെറിലൈസേഷനും ഒക്കെ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാതെ നടക്കുന്നതെങ്കിൽ ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ നല്ല രീതിയിലാണോ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടാണോ ഈ മെത്തേഡുകളൊക്കെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്.
സിക്സ്ത് പറഞ്ഞ എന്താണ്, അവിടെ ഹോസ്പിറ്റലിൽ എപ്പോഴും ക്ലീൻനെസ് വേണം അല്ലെ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടാൽ മാത്രമേ ഇൻഫെക്ഷൻസ് പകരുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെ ആ ഹോസ്പിറ്റൽ ക്ലീൻനെസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുകയും അവിടുത്തെ എല്ലാവർക്കും, അതായത് മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരായിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട മറ്റെന്ത് സഹകരിക്കുന്ന മറ്റെന്തൊരു ഹെൽത്ത് വർക്കേഴ്സോ മറ്റേതെങ്കിലും കാറ്റഗറിയിലുള്ള സ്റ്റാഫുകളോ ആരുമായിക്കോട്ടെ, ആ ഹോസ്പിറ്റലിലെ ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടാം, ഇതിൽ ഒട്ടുമിക്ക എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പുകൾക്ക് അവർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഹോസ്പിറ്റൽ ക്ലീൻനെസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാമുകൾ നടത്തുക. അതാരാണ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ടീച്ചിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കി, സെവൻത് വൺ പറഞ്ഞത് സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള അനാലിസിസും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ള രീതിയിലുള്ള എന്താണ് വിശകലനങ്ങള്, അതുപോലെ തന്നെ എന്താണ് ലീഡർഷിപ്പ് അസിസ്റ്റന്റ്, നേതൃത്വ സഹായം ഒക്കെ നൽകേണ്ടത് ആരാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ടീമാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്. ഇപ്പൊ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കി, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഹാൻഡ് വാഷിംഗ് എന്താണെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അവിടെ വരുന്ന സ്റ്റെപ്പുകൾ കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ആ പിക്ചറിലോട്ട് നോക്കാം കേട്ടോ, അത് നോക്കി നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ആ എഴുതിയിരിക്കുന്നതിലോട്ട് വായിച്ചാൽ മതി, ഇവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഫസ്റ്റ് നോക്കി, വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. എന്താണ്, ക്ലിയർ ആവുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും ഈ ഒരു പിക്ചർ? ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് കാണുന്ന പിക്ചർ നോക്കി, വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. എന്താണ്, നമ്മൾ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഹാൻഡ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് വാട്ടർ ഉപയോഗിച്ച് ഒന്ന് നനയ്ക്കുക അല്ലെ, ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളൊന്ന് ഹാൻഡ് രണ്ടും ഒന്ന് നനയ്ക്കുക. വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. Then apply enough soap to cover all hand surfaces. അല്ലേ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്, നമ്മള് ഇപ്പൊ ലിക്വിഡ്, ചിലവര് എന്താണ് ഹാൻഡ് വാഷ് ലിക്വിഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലവർ സോപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെന്തോ ആയിക്കോട്ടെ, സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ പോലുള്ള എന്താണോ ഹാൻഡ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത് അത് എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള എന്താണ് ഇനഫായിട്ടുള്ള അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കവർ ഓൾ ഹാൻഡ് സർഫസസ്, എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്ന ഈക്വൽ ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കും. ഓക്കെ, എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നെക്സ്റ്റ് നോക്കിയേ, റബ് ഹാൻഡ്സ് പാം ടു പാം. ഇങ്ങനെയാണ് പാം ടു പാം അല്ലെ, പാം ടു പാം എന്ത് ചെയ്യുക, റബ് ചെയ്യുക, പാം ടു പാം റബ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, എന്താണ്, റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോസം. പാം ടു പാം എങ്ങനെയാ, ഇങ്ങനെ രണ്ടുവശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, റബ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോസം വിത്ത് ഇന്റർലോക്ക്ഡ് എന്നാണ് കേട്ടോ, ഇന്റർലോക്ക്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. റൈറ്റ് പാം എവിടെയായിരിക്കണം, ലെഫ്റ്റ് ഡോസം, അതായത് ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ എന്ത് ചെയ്യുക, കമത്തി വെക്കുക, അതിന് മുകളിലായിട്ട് റൈറ്റ് പാം വെച്ചിട്ട് എന്ത് ചെയ്യുക, റബ് ചെയ്യുക. അത് തന്നെ തിരിച്ച് എന്താണ്, റൈറ്റ് പാം എന്ത് ചെയ്യുക, ഇങ്ങനെ കമത്തി വെച്ചതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, റബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. ഇനി രണ്ട് കൈകളും കൂടി ഒരുമിച്ച് ഇന്റർലോക്ക് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, റബ് ചെയ്യുക. ഓക്കെ, then back of fingers to opposing palms with fingers interlocked. ഇനി എന്ത് ചെയ്യുക, ഇങ്ങനെ ബാക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, രണ്ട് വശവും ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ രണ്ട് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, റബ് ചെയ്യുക. then rotational rubbing of left thumb clasped in right palm and vice versa. ഇനി റൊട്ടേഷണൽ റബ്ബിംഗിൽ വരുന്ന എങ്ങനെയാ നോക്കി, അതായത് ലെഫ്റ്റ് ഹാൻഡില് എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, തമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് തിരിച്ചു തന്നെ എന്താണ്, റൈറ്റ് ഹാൻഡ് പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇവിടെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, തമ്പിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ് വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. ഇനി എന്ത് ചെയ്യുക, റൊട്ടേഷണൽ റബ്ബിംഗ് ആണ്, അതായത് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്, അതായത് ഇങ്ങോട്ടും എന്ത് ചെയ്യുക, തിരിച്ചും, അതുപോലെ തന്നെ ഇപ്പുറത്തും നെക്സ്റ്റ് കയ്യിലും എങ്ങനെയാ, എന്താണ് വൈസ് വേഴ്സ, രണ്ട് ബാക്ക്വേർഡും ഫോർവേഡും ചെയ്യണം കേട്ടോ. ഇങ്ങനെ എന്താണ് ഫിംഗേഴ്സ് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, പിക്ചറിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്യുക. നെക്സ്റ്റ് റിൻസ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. ഇനി അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റബ്ബിങ് കാര്യങ്ങളും കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക, വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് നോക്കി, എന്താണ്, ഒരു ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, ടിഷ്യൂ പേപ്പർ പോലുള്ള എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് ഹാൻഡ് എന്ത് ചെയ്യുക, ഡ്രൈ ചെയ്യാനായിട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക,
പൂർണ്ണമായിട്ടും അത് ആ ഒരു ടാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഹാൻഡ്സ് ഡ്രൈ ആക്കാനായിട്ട് വിടുക. അപ്പൊ നോക്കി, നമ്മൾ ആ ഒരു ടാപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നോക്കി, ടാപ്പ് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഹാൻഡ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ഡ്രൈ അല്ലെ വളരെ നീറ്റായി നമ്മുടെ ഹാൻഡ്, പിന്നീട് നമ്മൾ ആ ഒരു ടാപ്പിൽ പിടിക്കാൻ പാടുണ്ടോ? ഇല്ല. ആ ടാപ്പിൽ പിന്നീട് നമ്മൾ ആ ഒരു ഹാൻഡ് വെച്ച് ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ പാടില്ല. മറിച്ച് അത് എന്ത് വെച്ചാണ് ക്ലോസ് ചെയ്യേണ്ടത്? ആ ടാപ്പ് എന്ത് വെച്ചാ ക്ലോസ് ചെയ്യേണ്ടത്? മറിച്ച് ഏത് ഭാഗം വെച്ചാ? നമ്മുടെ എൽബോ. എൽബോ എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? എൽബോ അറിയില്ല? എൽബോ എന്ന് പറയുന്ന ഏത് ഭാഗം? മുട്ട് അല്ലെ, കൈമുട്ട്. കൈമുട്ടാണ് എൽബോ എന്ന് പറയുന്നത്. അപ്പൊ ഹാൻഡ് എൽബോ. അപ്പൊ കൈമുട്ടിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ എന്ത് ചെയ്യുക, അത് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുക ടാപ്പ് കേട്ടോ. അല്ലാതെ നമ്മൾ നേരിട്ട് ആ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാൻഡ് പിന്നെയും അതിൽ കൊണ്ടുപോയി നമ്മൾ ടാപ്പ് ഓഫ് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ, എന്തായാലും ടാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ആ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള രോഗാണുക്കൾ നമ്മുടെ കയ്യിലേക്ക് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എൽബോ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇനി പിന്നീട് ഇങ്ങനെ വാഷ് ചെയ്തെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഈ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടാപ്പ് ക്ലോസ് ചെയ്യേണ്ടത് എൽബോ യൂസ് ചെയ്തിട്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും പിക്ചേഴ്സ് ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആ എഴുതിയിരിക്കുന്ന പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, എന്നാലും നിങ്ങൾ ആ ഒരു പ്രൊസീജിയർ ഒന്ന് മനസ്സിലാവില്ല വെച്ചാൽ മതി. ഓരോന്ന് കഴിഞ്ഞ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പിക്ചർ നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും പോയിന്റ്സുകൾ തന്നിട്ട് ഏതൊക്കെയാണ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ചില എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഒരു ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പിൽ ഇല്ലാത്ത പോയിന്റ്സ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടില്ലേ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അത്രയും മാത്രം മനസ്സിലാക്കിയിരുന്നാ മതി കേട്ടോ. അത്രയും മാത്രം മനസ്സിലാക്കിയിരുന്ന അങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ. മാക്സിമം അങ്ങനെ കണ്ടിട്ടില്ല. എങ്ങാനും വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ഒരു പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് വരുന്നത് ഏതാണെന്നൊന്നും ചോദിക്കാറില്ല കേട്ടോ. നോക്കി, ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ്. ഇതിൽ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നോക്കി, ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ടു ബി ടേക്ക് ഇൻ യുവർ ഹാൻഡ്സ് അല്ലെ. നമ്മുടെ ഹാൻഡിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള എത്ര ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ഏതാണോ നമ്മുടെ ഹാൻഡ് വാഷിങ്ങിന് വേണ്ടത് അത് എടുക്കുക. Then rub palm to palm with fingers interlocked. ഇനി എന്ത് ചെയ്യുക, palm to palm എന്ത് ചെയ്യുക, ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റബ് ചെയ്യുക. നമ്മൾ പറഞ്ഞ കാര്യമാണ്. റബ് ബാക്ക് ഓഫ് ദി ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാംസ് വിത്ത് ഇന്റർലോക്ഡ് അല്ലെ. ബാക്കിൽ ഈ ഒരു പിക്ചർ ഒരെണ്ണത്തിന്റെ ബാക്കിൽ മറ്റൊരെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യുക, റബ് ചെയ്യുക, ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് റബ് ചെയ്യുക. Then rotational rubbing of right thumb gripped with the left thumb and vice versa. റൊട്ടേഷണൽ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മള് എന്താണ് റൈറ്റ് തമ്പും ലെഫ്റ്റ് തമ്പും വെച്ചിട്ട് റൊട്ടേഷണൽ ആയിട്ട് റബ് ചെയ്യുക. Then rotational rubbing backward and forward with the clasped finger of right hand in left palm and counterwise. ഇനി clasped fingers പോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് എന്ത് ചെയ്യുക, റൊട്ടേഷണൽ ആയിട്ട് അങ്ങനെ ബാക്ക്വേർഡും ഫോർവേഡും എന്ത് ചെയ്യുക, അത് റൊട്ടേറ്റ് ചെയ്യുക ഓപ്പോസിറ്റ് ആയിട്ട്. Then rub both wrist rotationally. ഇനി എന്താണ് wrist? ഈ ഒരു പോയിന്റ് നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. Both wrist rotationally. wrist എന്ന് പറഞ്ഞാൽ എന്താണ്? wrist നമ്മുടെ കൈത്തണ്ട എന്നൊക്കെ പറയാം അല്ലെ. ആ wristന്റെ ഭാഗം എന്ത് ചെയ്യുക, രണ്ടും എന്ത് ചെയ്യുക, both wrist rotationally റബ്ബ് ചെയ്യുക. ഓക്കെ, then rub nails by using a soft brush. ഇനി നെയിൽസിലൊക്കെ എന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ട് അതൊന്ന് റബ്ബ് ചെയ്ത് കളയാം. Then wash hands properly. Hands എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നോക്കി, ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ. എൽബോയുമായി ബന്ധപ്പെട്ട് എന്താണ്, എൽബോ എന്ത് ചെയ്യുക, വാട്ടർ ടാപ്സ് ക്ലോസ് ചെയ്യണമെങ്കിൽ അത് എന്താണ് ഉപയോഗിക്കേണ്ടത്, അവിടെ ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സ് അല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് അവിടെ എൽബോ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൈമുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ടാപ്സ് ക്ലോസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങളില്ല ഇങ്ങനെയുള്ള പോയിന്റ്സ് കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, അതിനിടയിൽ ഒരു ഓപ്ഷൻസ് ഞാൻ ഓപ്ഷൻ പറഞ്ഞതാണ് കേട്ടോ. ബാക്കി എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഈ ഒരു പ്രോസസ്സിൽ വരുന്നതാണ്. ഇനി ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എന്താണ് ക്ലീൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാണോ? ക്ലോസ് ദി വാട്ടർ ടാപ്സ് ആഫ്റ്റർ എന്താണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, അത് ക്ലീൻ ആയിട്ട് എന്താണ് ഡ്രൈ ഹാൻഡ്സ് വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ അത് ശരിയാണോ?
അല്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ചിലത് തെറ്റിച്ച് തരുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ ആ ഒരു പിക്ചർ വെച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പോയിന്റ്സ് ഇട്ടാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഇനി 1-2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ, എന്താണ് കൈമുട്ടുകൾ കൊണ്ടായിരിക്കണം ലാസ്റ്റ് എന്ത് ചെയ്യുക, വാട്ടർ ടാപ്സ് ക്ലോസ് ചെയ്യേണ്ടത്. ആൻഡ് ഡ്രൈ ഹാൻഡ്സ് thoroughly. ഇനി എന്താണ് അതിനുശേഷം ഹാൻഡ്സ് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഉണക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഹാൻഡ് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഇൻഫെക്ഷൻസിനെ പൂർണ്ണമായിട്ട് നമ്മുടെ ഹാൻഡിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത്രയും ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ പോയിന്റ്സും ക്ലിയർ ആയോ? ഇന്നെടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയോ? നമുക്കൊരു 5 ക്വസ്റ്റ്യൻസും കൂടി എഴുതാം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. ഓക്കെ, വേഗം ബുക്ക് എടുത്തേ, ടൈമില്ല. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഞാൻ പറയുന്നുണ്ട്, അതിൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഓപ്ഷൻസ് എഴുതണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ആൻസർ മാത്രം മതി, അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് മാത്രം എഴുതി, ഓപ്ഷൻ ആൻസർ മാത്രം എഴുതിയാലും മതി കേട്ടോ. അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ എഴുതിക്കോ, ക്വസ്റ്റ്യൻ വേഗം എഴുതിക്കോട്ടോ, ടൈം കഴിയാറായി. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്, വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്, വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് nosocomial infection. Which type of infection is also known as nosocomial infection? Okay, question കിട്ടിയോ? അപ്പൊ നമുക്ക് ഇനി ഓപ്ഷൻസ് വായിക്കാം. നിങ്ങൾ ആ ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താലും മതി കേട്ടോ. ആ ആൻസർ മാത്രം എഴുതിയാലും മതി. ഓപ്ഷൻസ് എങ്ങനെയായിരുന്നു? ഓപ്ഷൻ എ നോസ് ഇൻഫെക്ഷൻ, ഓപ്ഷൻ ബി ഐ ഇൻഫെക്ഷൻ, ഓപ്ഷൻ സി ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി കൺജക്ടിവിറ്റിസ്. ഏതായിരുന്നു ഓപ്ഷൻ ശരി? ഏത് ആൻസർ ആണ്? ഓപ്ഷൻ സി അല്ലെ? എന്തായിരുന്നു? HAL ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. നോസോകോമിയൽ ഇൻഫെക്ഷൻ വേറൊരു പേരും കൂടി അറിയപ്പെടുമല്ലോ. എന്താണ്? വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നില്ലേ? എന്താണ് അറിയപ്പെടുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണ്? ഏതാണ് മറ്റൊരു പേര്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, അല്ലെങ്കിലോ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഇത് 3 സെയിം ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെ സെക്കൻഡ് വൺ എഴുതിക്കോന്ന. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ്? വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദ വേർഡ് nosocomial? What is the meaning of the word nosocomial? What is the meaning of the word nosocomial? What is the meaning of the word nosocomial? Nosocomial എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? വെരി ഗുഡ്, ഹോസ്പിറ്റൽ അല്ലെ? ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ആണ് എന്റെ ആൻസർ, എഴുതി വെച്ചോ. What is the meaning of the word nosocomial? Answer എന്തായിരുന്നു? ഹോസ്പിറ്റൽ. Then third question, which of the following comes under? Which of the following comes under? Which of the following comes under direct contact transmission? Which of the following comes under direct contact transmission? Okay, ഓപ്ഷൻസ് എഴുതിക്കോട്ടെ. ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. എ ഓപ്ഷൻ സ്റ്റെയിൻഡ് ഗ്ലൗസ്. ഓപ്ഷൻ എ ആണ് സ്റ്റെയിൻഡ് ഗ്ലൗസ്. ഓപ്ഷൻ എ സ്റ്റെയിൻഡ് ഗ്ലൗസ്. ഓപ്ഷൻ ബി കണ്ടാമിനേറ്റഡ് നീഡിൽസ്. ഓപ്ഷൻ ബി കണ്ടാമിനേറ്റഡ് നീഡിൽസ്. ഓപ്ഷൻ സി കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ സി കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഓപ്ഷൻ ഡി പേഴ്സണൽ കോണ്ടാക്ട്. അപ്പൊ 4 ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സ്റ്റെയിൻഡ് ഗ്ലൗസ്, ഓപ്ഷൻ ബി കണ്ടാമിനേറ്റഡ് നീഡിൽസ്, ഓപ്ഷൻ സി കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി പേഴ്സണൽ കോണ്ടാക്ട്. വെരി ഗുഡ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ? പേഴ്സണൽ കോണ്ടാക്റ്റിൽ വരുന്നതാണ്. എന്താ? പേഴ്സണൽ കോണ്ടാക്ട് ആണ്
കോണ്ടാക്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്ന കാര്യം. ഇനി ബാക്കി മൂന്നെണ്ണം ഏതിൽ വരുന്നതാണ്? ബാക്കി 3 ഓപ്ഷൻസും ഏതിൽ വരുന്നതാണ്? ഏത് ട്രാൻസ്മിഷനിൽ വരുന്നതാണ്? ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. വെരി ഗുഡ്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഓക്കെ, ഈ ഓപ്ഷൻസ് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കി, ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് which of the following method is not used for preventing which of the following method is not used for preventing nosocomial infection? Which of the following method is not used for preventing nosocomial infection? Okay, options എഴുതിക്കോട്ടോ. A, sanitation. Option A, sanitation. Option B, transportation. Option C, sterilization. Option A, sanitation. Option B, transportation. Option C, sterilization. And option D, isolation. Okay, അതിന് ഏതാണ് ആൻസർ? വെരി ഗുഡ്. ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. ബാക്കിയെല്ലാം നമ്മുടെ പ്രിവെന്റീവ് മെത്തേഡ്സിൽ പഠിച്ചതാണ് അല്ലെ. ഐസൊലേഷൻ ആണെങ്കിലും എന്താണ് സാനിറ്റേഷനോ സ്റ്റെറിലൈസേഷനോ ഒക്കെ പ്രിവെന്റീവ് മെത്തേഡിൽ വരുന്നതാണ്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടില്ല അല്ലെ. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്താണ് പ്രിവെന്റീവ് നോസോകോമിയൽ ഇൻഫെക്ഷൻസിലെ പ്രിവെൻഷനിൽ ഉൾപ്പെടാത്തത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിന്റെ ആൻസർ എഴുതിയേക്കാട്ടോ. ബി ആണ്, ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following comes under vector-borne transmission? Which of the following comes under vector-borne transmission? Which of the following comes under vector-borne transmission? Okay, options എഴുതിക്കോട്ടോ. Option A, food. Option A, food. Option B, flies. Option C, water. And option D, medications. Option A, food. Option B, flies. Option C, water. And option D, medications. Very good. Option B ആണ് അല്ലെ. ഫ്ലൈസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം വെക്ടർ ബോൺ ഡിസീസ് അല്ലെങ്കിൽ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ എന്താണ് ഓർമ്മ ഉള്ളത്? ലിവിങ് ഓർഗാനിസംസ് ആണ് ട്രാൻസ്മിഷൻ സഹായിക്കുന്നത്. ഫ്ലൈസോ എന്താണ് മോസ്കിറ്റോയോ റാറ്റ്സ് പോലെയുള്ള ലിവിങ് ഓർഗാനിസംസ് ആണ് അല്ലെ. അപ്പൊ അവിടെ ലിവിങ് ആയിട്ടുള്ളത് ഏതാണ്? ഫ്ലൈസ് ആണ്. ഇനി ബാക്കി മൂന്നെണ്ണം ഫുഡോ വാട്ടറോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് വാട്ടർ മെഡിക്കേഷൻസ് ഒക്കെ ഉൾപ്പെടുന്നതായിട്ടുള്ള ഏത് ട്രാൻസ്മിഷൻ ആണ് എന്ന് പറഞ്ഞേ? ഏത് ട്രാൻസ്മിഷനിലാണ് ബാക്കി മൂന്നെണ്ണം? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ അതും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഈ ഓപ്ഷൻസ് ചിലപ്പോൾ മാറ്റിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെയും മാറ്റി തരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഇങ്ങനെയുള്ളത് ഇനി ഒരു ഓപ്ഷൻസ് മാറ്റി മറിച്ച് മറ്റു ഓപ്ഷൻസ് ഇട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വരാറുണ്ട്. അപ്പൊ ആ ഒരു മോഡ് ഓഫ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു മെത്തേഡുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഓരോ ഭാഗത്തു നിന്ന് വരാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് ഫുള്ളും എങ്ങനെ വൈകാട്ട് ഇത് പഠിക്കേണ്ടതായിട്ട് വരില്ല. ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അനുസരിച്ച് അതിനനുസരിച്ച് ഒന്ന് കൊടുത്ത് പഠിച്ചു നോക്കാം കേട്ടോ. ഈ 5 ക്വസ്റ്റ്യൻസും കിട്ടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ല, കിട്ടാത്തവരൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് മെസ്സേജ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോർച്ചറി സർവീസ് ആണ് കേട്ടോ. മോർച്ചറി സർവീസ് ചാപ്റ്റർ 27 ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിലൊന്ന് നോക്കിയേക്കാം കേട്ടോ. മോർച്ചറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ നോട്ട്സ് കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ കരുതിയിരിക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങും, മോർച്ചറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ,
അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, എന്തായാലും എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ഒക്കെ ഇതിനോടൊപ്പം തന്നെ എഴുതി വെച്ച് ഓരോ ചാപ്റ്റർ വൈസും പഠിച്ചിരിക്കുക. അപ്പൊ എല്ലാ ദിവസവും ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പല സിറ്റുവേഷൻസിൽ വരുന്നവരാണല്ലോ, അപ്പൊ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊന്നും വരില്ല. എന്നാൽ പോലും ജസ്റ്റ് അന്നത്തെ ദിവസത്തെ എടുക്കുന്ന കാര്യങ്ങളൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വായിച്ചു വിടുക. അപ്പൊ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കൊന്ന് ഓർമ്മ കിട്ടുകയും പിന്നീട് നിങ്ങൾ അത് വായിക്കുമ്പോൾ കുറച്ച് എന്താണ് മറന്നു പോവാതെ കുറച്ച് ഓർമ്മയൊക്കെ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യാം, ഒത്തിരി എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പൊ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാ ടീച്ചേഴ്സിന്റെ ആയില്ലേ, നമ്മളാണെങ്കിൽ ഇന്ന് കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി ചാപ്റ്റേഴ്സ് ഒരുമിച്ച് എല്ലാം കൂടി പഠിക്കാനായിട്ട് ഇടരുത് കേട്ടോ. എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇപ്പൊ ശനിയും ഞാനൊക്കെ നമുക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ കിട്ടുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നവരോ അല്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സമയം എങ്ങനെയാണ് അത് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അതിന് ആ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഭാഗങ്ങളായിട്ട് നിങ്ങളൊന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് വരുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടി ഒരുമിച്ചിട്ടിരുന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ഒരാളും പറഞ്ഞിട്ട് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.